ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആരവ് എന്ന ഒരു കുട്ടിയുടെ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കഥ കേൾക്കാം. പണ്ട് ഒരു ഗ്രാമത്തിൽ പത്മയും അവളുടെ ഭർത്താവും 2 കുട്ടികളും താമസിച്ചിരുന്നു. അവളുടെ ഭർത്താവിന് രോഗം ബാധിച്ചതിനാൽ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവളുടെ ചുമലിലായിരുന്നു. വീട്ടിലെ ചിലവുകൾക്കും ഭർത്താവിൻ്റെ ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ ഒരുപാട് പണം വേണ്ടിവരുമായിരുന്നു. രാവും പകലും ജോലിയെടുത്താണ് അവൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചിരുന്നത്. തയ്യൽ അറിയാവുന്നതുകൊണ്ട് അവൾ തയ്ക്കാനും തുടങ്ങി. പക്ഷേ പഴയ തയ്യൽ മെഷീൻ ആയതുകൊണ്ട് അവൾക്ക് വിചാരിച്ചതുപോലെ തയ്ക്കാൻ സാധിച്ചിരുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോൾ ആരവിന് വിഷമം തോന്നി. തൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ സ്കൂളിൽ ഒരു ഉപന്യാസ മത്സരം നടത്തി. സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. ആരവ് തൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും മറ്റും എഴുതുകയും അതിനാൽ തനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തയ്യൽ മെഷീൻ വാങ്ങണമെന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും അവൻ എഴുതി. ഏറ്റവും നല്ല ഉപന്യാസത്തിനുള്ള സമ്മാനം ആരവിന് ലഭിച്ചു. 5000 രൂപയായിരുന്നു സമ്മാനം. കൂടാതെ സ്കൂളിലെ മറ്റ് അധ്യാപകർ ചേർന്ന് സ്വരൂപിച്ച കുറച്ച് പണവും അവർ ആരവിന് നൽകി. അവൻ ആ പണം ഉപയോഗിച്ച് തൻ്റെ അമ്മയ്ക്ക് പുതിയ തയ്യൽ മെഷീൻ വാങ്ങി നൽകി. പത്മയ്ക്ക് വളരെ സന്തോഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ആരവിനെ ചേർത്തു പിടിച്ചു. അതിനുശേഷം അവൾ ഒരു ചെറിയ തയ്യൽ കട തുടങ്ങി. അതിൽ നിന്നും വരുമാനവും ലഭിക്കാൻ തുടങ്ങി. അവളുടെ കഷ്ടപ്പാടുകൾക്ക് അങ്ങനെ ഒരു അറുതിയും വന്നു. അവർ പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നാം നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വളരണം. ഇനി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.